Hi friends, welcome back to AlanAjax Creationz. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കൻ ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാനായിട്ട് നമുക്ക് കിച്ചണിലോട്ട് പോവാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പെപ്പർ ചിക്കൻ ആണ്. അപ്പോൾ അതിന് അത്യാവശ്യം വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ബാക്കി ഞാൻ ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ ആദ്യം വേണ്ടത് സവോള. ഒന്നുകിൽ 4 സവോള ഏറ്റെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി എടുക്കാം. രണ്ടും മിക്സ് ആയിട്ട് എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ 2 സവോളയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കാഷ്നട്ട്, കറിവേപ്പില. പിന്നെ വേണ്ടത് മല്ലി, മുഴുവനോടെയുള്ള മല്ലിയാണ്. ഇനിയിപ്പോൾ പൊടിയുള്ളോ മല്ലി ഇല്ലെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഇത് 1.5 ടേബിൾ സ്പൂൺ മല്ലി, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം രണ്ടും എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ പെപ്പർ. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പെപ്പറാണല്ലോ, അപ്പോൾ പെപ്പറാണ് എടുത്തിരിക്കുന്നത്. ബാക്കി മുളകുകളൊന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതൊരു ടീസ്പൂൺ ഇട്ടാൽ മതിയായിരിക്കും. ഇതെല്ലാം ആണ് ഉള്ളത്. ഇനി ആദ്യം നമുക്കിതിൽ 1 സവോള എടുത്തിട്ട് കട്ട് ചെയ്ത് അതും കാഷ്നട്ടും ഫ്രൈ ചെയ്യാം. എന്നിട്ട് അത് രണ്ടും കൂടിയിട്ട് തണുക്കുമ്പോൾ അരച്ചെടുക്കുക. അത് ഗ്രേവി കുറച്ച് കട്ട് ചെയ്ത് വരാൻ വേണ്ടി ചെയ്യണതാണ്. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, വെറുതെ നമ്മൾ ചോപ്പ് ചെയ്തിട്ടാലും മതി സവോളയും ഉള്ളിയെല്ലാം. ഇത് ഗ്രേവിക്ക് കുറച്ച് കട്ടി ഉണ്ടാവാൻ വേണ്ടിയാണ് 1 സവോളയും കുറച്ച് കാഷ്നട്ടും കൂടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം ചൂടാറുമ്പോൾ അരച്ചെടുക്കും. എന്നിട്ട് അത് ഇതിലേക്ക് മിക്സ് ചെയ്യണത്. ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയും പെരിഞ്ജീരകം, ജീരകം, കുരുമുളക് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ഒഴിക്കാൻ പാടില്ല. ഫ്രൈ ചെയ്തിട്ട് ചൂടാറുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത പെപ്പറും മല്ലിയും ജീരകവും പെരിഞ്ജീരകവും കൂടിയിട്ടുള്ളത് ഇവിടെ തണുക്കാൻ വേണ്ടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അധികം വേണ്ട, കുറച്ച് മതി. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഇത് വേണ്ടെങ്കിൽ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ചാറ് ഇത്തിരി കട്ടിയായി വരാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതില്ലാതെയും ചെയ്യാം. കാഷ്നട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഭയങ്കര ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി നമുക്ക് അരച്ചെടുക്കുമ്പോൾ നല്ലതായി വരാൻ വേണ്ടിയിട്ടുള്ളൊരു ഫ്രൈ മാത്രമായിട്ട് ചെയ്താൽ മതി. നമ്മൾ ഫ്രൈ ചെയ്തത് ആയിട്ടുണ്ട് കാഷ്നട്ട്. അപ്പോൾ അത് കുറച്ച് കൂടി പോയിട്ടുണ്ട്, അത്ര വേണമെന്നില്ല, ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കതിലേക്ക് 1 സവോള അതുപോലെ തന്നെ ആ എണ്ണയിൽ തന്നെ, വേറെ അധികം എണ്ണയൊന്നും ഒഴിക്കണ്ട, ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ നമ്മൾ സവോള ഇട്ടിട്ട് ഇതാ വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയായാൽ മതി, അധികം ആവണമെന്നില്ല. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. അത് ചൂടാറാനായിട്ട് ഇരിക്കട്ടെ. അത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ആദ്യം ചൂടാക്കി വെച്ച മല്ലിയും പെപ്പറൊക്കെ കൂടി പൊടിച്ചെടുക്കാം. നമ്മൾ സവോള ചൂടാറാൻ വെച്ചത് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് അതിൻ്റെ കൂടെ കാഷ്നട്ടും കൂടി ചേർത്ത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി നമുക്കിത് അരച്ചെടുക്കാം, മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി നമുക്കൊരു ഇച്ചിരി വെള്ളം, ഇതല്ലാതെ നമുക്ക് പേസ്റ്റായി അരഞ്ഞ് കിട്ടില്ല, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ആവശ്യത്തിന് ഒഴിച്ചിട്ട് നോക്കിയിട്ട്, അധികം ആവണമെന്നില്ല, പേസ്റ്റായി കിട്ടാനായിട്ടുള്ള ഇതിൽ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം. നമുക്ക് നമ്മളിതാ പാൻ വീണ്ടും അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് താളിക്കാനായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക്
ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, അധികം വേണ്ട, ഇട്ട് കൊടുക്കുക. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള, ഒരു സവോള നമ്മൾ അരിയാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുക. അതിട്ടിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഉള്ളി, അതുപോലെ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉള്ളിയും ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ തന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാൻ പോവാണ്. സവോള ഒന്ന് വാടിയിട്ടുണ്ട്. ഇതൊരു ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പേസ്റ്റ് വേണമെന്നില്ല, നമുക്ക് കട്ട് ചെയ്തിട്ട് ചോപ്പ് ചെയ്ത് കുറച്ച് ഇട്ടാലും മതി, കുഴപ്പമില്ല. എന്നിട്ട് നന്നായി മൂത്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല, പേസ്റ്റ് അരച്ചതൊന്നും വേണമെന്നില്ല, അല്ലാതെ നമുക്ക് പെപ്പർ ചിക്കൻ ആക്കി എടുക്കാം. ആ പേസ്റ്റ് സവോളയും കാഷ്നട്ടും കൂടി അരച്ചതില്ലെങ്കിലും കുഴപ്പമില്ല. അത് നമ്മൾ ഒരു ഗ്രേവിക്ക് കുറച്ച് കട്ടി ഉണ്ടാവും. പിന്നെ കുട്ടികളുള്ളിടത്തൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഇതിൻ്റെ കാഷ്നട്ടിൻ്റെ പേസ്റ്റ് ചേർക്കുമ്പോൾ, അതുകൊണ്ട് ചേർക്കണതാണ്. അതില്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മളിതാ ഗാർലിക്കും എല്ലാം നന്നായി ആയിട്ടുണ്ട്, മസാല ഇട്ടതെല്ലാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അധികം പൊടികളൊന്നുമില്ല, കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച പെപ്പറും ഇതെല്ലാം കൂടിയുള്ള പൊടി, അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഇടണേ, അത് കാരണം 1 ടീസ്പൂൺ ഇടണുള്ളൂ. ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നീട് പോരായി ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇടാം. ഇപ്പോൾ മസാലയൊക്കെ വറുത്തതായതുകൊണ്ട് അധിക നേരം ചൂടാക്കണം എന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി മസാല പൊടിച്ചത് കുറച്ചും കൂടി ബാക്കിയുണ്ട്, അത് നമുക്ക് കുറച്ച് ചിക്കൻ ഒന്ന് വേവായതിന് ശേഷം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് 1 കിലോ ചിക്കൻ ഉണ്ടാവുള്ളൂ. നന്നായി ഇളക്കി കൊടുക്കാം. ഞാൻ തീ നന്നായി ഏറ്റവും സ്ലോയിലാണ് വെച്ചിരിക്കുന്നത്. നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. നമ്മൾ ചിക്കൻ ദാ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് നോക്കാം ഉണ്ടെന്ന്. അപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങിയിരിക്കുന്നതാണ്, ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ജീരകവും പെരിഞ്ജീരകവും പെപ്പറെല്ലാം കൂടി പൊടിച്ച് ചേർത്തേണ്ട ഒരു സ്മെല്ലുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച സവാളയും കാഷ്നട്ടും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ മിക്സി ഒന്ന് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാഷ്നട്ടൊക്കെ അരച്ചെടുത്തതല്ലേ, അത് അങ്ങനെ വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ. നമ്മൾ വാം വാട്ടറാണ് യൂസ് ചെയ്യണത്. അത് ഇതിലേക്ക് നമുക്ക് ഇളക്കി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഗ്രേവി ആവും ചെയ്യും. നമുക്ക് അത് വേസ്റ്റാക്കി കളയും വേണ്ട. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഉപ്പ് നോക്കാം ഈ സമയത്ത്. എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ, ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക ആ സമയത്ത്. നമുക്ക് മൂടി വെച്ച് ചിക്കൻ ഒന്നും കൂടി നന്നായി വേവിച്ചെടുക്കാം. അതാ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ച പൊടിയിൽ കുറച്ചും കൂടിയും ബാക്കിയുണ്ട്, 1 ടേബിൾ സ്പൂണും കൂടിയും, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അതിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് മൂടി വയ്ക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിനി നമ്മുടെ പെപ്പർ ചിക്കൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. സൂപ്പറായിട്ട് അടിപൊളി പെപ്പർ ചിക്കൻ ആണ്. അപ്പൊ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും നാണിന്റെ കൂടെയൊക്കെ കഴിക്കാം. നല്ല പെപ്പറിന്റെ ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.